തിരുവനന്തപുരം, കൊല്ലം പോലെയുള്ള പരിസര പ്രദേശങ്ങളിൽ നിന്നൊക്കെ ആളുകൾ എത്തുന്നതേ ഉള്ളൂ. പക്ഷേ മറ്റു പലയിടത്തു നിന്നും ആളുകൾ നേരത്തെ തന്നെ പുറപ്പെട്ടിട്ടുണ്ടാകും. കാരണം 35,000-ഓളം ടിക്കറ്റുകളായിരുന്നല്ലോ വിൽപ്പനയ്ക്കുണ്ടായിരുന്നത്. 2 ദിവസത്തിനകം തന്നെ അത് വിറ്റുപോകുന്ന സാഹചര്യം. മറ്റ് കോംപ്ലിമെൻറ്റ് ടിക്കറ്റുകളും ഒക്കെ കണക്കാക്കിയാൽ പോലും ഏതാണ്ട് ഇന്ന് സ്റ്റേഡിയം നിറഞ്ഞു കവിയുന്ന ഒരു സാഹചര്യമല്ലേ ഉണ്ടാകാൻ പോകുന്നതാരും. തീർച്ചയായിട്ടും സ്റ്റേഡിയം നിറഞ്ഞു കവിയുന്ന സാഹചര്യം തന്നെ ഉണ്ടാകും. അപ്പർ ടയറിൽ കുറച്ച് സീറ്റുകൾ ഒഴിച്ചാൽ ബാക്കി എല്ലായിടത്തും പരമാവധി ആളുകൾ എത്താൻ തന്നെയാണ് സാധ്യത. ഈ സഞ്ജു സാംസൺ കളിക്കുമെന്ന പ്രതീക്ഷയിൽ നമ്മൾ രാവിലെ കണ്ട ആളുകളൊക്കെ മലപ്പുറത്ത് നിരവധി യുവാക്കൾ ഉണ്ടായിരുന്നു. കൂടുതൽ ആളുകൾ മറ്റ് ജില്ലകളിൽ നിന്നും സാധാരണ എല്ലാ മത്സരങ്ങൾക്കും ഉണ്ടാവും. പക്ഷേ ഇത്തവണ സഞ്ജുവിനെ കാണാൻ വേണ്ടി തന്നെയാണ്. നമുക്ക് വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയൊക്കെയുമാണ് സാധാരണഗതിയിൽ തലസ്ഥാനത്ത് നടക്കുന്ന മത്സരങ്ങളിൽ MS ധോണി ഉണ്ടാകണം. ധോണിക്കൊക്കെ വേണ്ടിയാണ് ആർപ്പ് വിളിക്കാൻ ആരാധകർ തലസ്ഥാനത്തെ സ്റ്റേഡിയത്തെ സാധാരണ എത്താറുള്ളത്. പക്ഷേ ഇപ്പോൾ അവർക്ക് പറയാൻ, അവർക്ക് മുൻനിർത്താൻ സ്വന്തം താരമുണ്ട്. നമുക്ക് മലയാളികൾക്ക് എക്കാലവും അഭിമാനിക്കാൻ തക്ക താരം തലസ്ഥാനത്ത് തന്നെ സ്വന്തമായുണ്ട്, കേരളത്തിൽ സ്വന്തമായുണ്ട്. അതുകൊണ്ട് തന്നെ ആ താരത്തെ കാണാൻ വേണ്ടി കൂടിയാണ് രോഹിത് ശർമ്മയ്ക്ക് ഉൾപ്പെടെയുള്ള മറ്റ് താരങ്ങൾക്ക് വേണ്ടി, MS ധോണിക്ക് വേണ്ടിയും സച്ചിന് വേണ്ടിയും ഒക്കെ ആർപ്പ് വിളിക്കുന്നവർ ഇത്തവണ ആരെ കാണാനാണ് വന്നത്? സച്ചിൻ അടിച്ചാലേ വേൾഡ് കപ്പ് കളിക്കാൻ പറ്റൂ. തീർച്ചയായും സെഞ്ചുറി അടിക്കും. സഞ്ജുവിന്റെ മണ്ണാണ്, കളിച്ചു വളർന്ന സ്ഥലമാണ്. സഞ്ജുവിന്റെ മണ്ണാണ്, കളിച്ചു വളർന്ന സ്ഥലമാണ്. സഞ്ജു എന്തായാലും ഫോം ആവും. എവിടുന്ന് വരുന്ന? ഞങ്ങൾ മലപ്പുറത്ത്. മലപ്പുറം മൊത്തം വന്നിട്ടുള്ള ആദ്യമായിട്ട് ഇവിടെ വന്നിട്ടുള്ള എല്ലാവരും മലപ്പുറക്കാരാണ്. ഇവിടെ ആദ്യമായിട്ട് ഫസ്റ്റ് കൂടുതൽ ആളുകൾ എത്തിയിട്ടുള്ള മലപ്പുറത്ത്. സഞ്ജു വലിയൊരു വികാരമാണ് അവിടെ. സഞ്ജു ഇന്ത്യന്റെ പ്ലെയർ അല്ലേ, നമ്മൾ കേരളത്തിൽ നിന്ന് വരുന്ന ആളുടെ മുത്തല്ല. അപ്പൊ എന്തായാലും ഞങ്ങളെ വികാരം തന്നെയാണ്. ചെന്നൈ പോയത് എന്തെങ്കിലും കൂടുതൽ ആവേശം ഉണ്ടാക്കുന്നുണ്ട് ധോണിയുടെ ടീമിൽ കളിക്കുന്നത്? അല്ല, അങ്ങനെയില്ല. സഞ്ജുവിന്റെ കളി എപ്പോഴും കളിച്ചോണ്ടിരിക്കും. എവിടെ കളിച്ചാലും നമ്മൾ അവർക്ക് ഞങ്ങൾ സഞ്ജുവിന്റെ കൂടെ സഞ്ജുവാണ് ഞങ്ങളുടെ മുത്ത്. നമ്മൾ പണ്ടേ സച്ചിന് വേണ്ടിയോ അല്ലെങ്കിൽ ഗാംഗുലിക്ക് വേണ്ടിയും പിന്നെ രോഹിത് ശർമ്മയ്ക്ക്, കോഹ്ലിക്ക് വേണ്ടിയും ധോണിക്ക് വേണ്ടിയൊക്കെയാണ് സാധാരണ നമ്മളെ മലയാളികൾ ആർപ്പ് വിളിക്കും. ഇപ്പൊ സ്വന്തമായിട്ട് ആളെ കിട്ടിയോ? നമ്മുടെ മുത്തല്ലേ, നമ്മുടെ കേരളത്തിന് അഭിമാനല്ലേ, മലയാളികളുടെ മുത്തല്ലേ? അതെ, മലയാളികളുടെ മുത്താണ് സഞ്ജു. സഞ്ജു തീർച്ചയായിട്ടും ഇന്ന് നല്ല സഞ്ജു മലയാളികളുടെ മുത്താണ്. ആ മുത്തിന് വേണ്ടി ആർപ്പ് വിളിക്കാൻ മലപ്പുറത്ത് നിന്ന്, നേരത്തെ സൂചിപ്പിച്ച് മലപ്പുറത്ത് നിന്നൊക്കെ ആളുകൾ, പലയിടങ്ങളിലും ആളുകൾ അക്ഷരാർത്ഥത്തിൽ ഒഴുകിയെത്തുകയാണ്. സഞ്ജു വിശ്വനാഥ് സാംസൺ എന്ന മലയാളത്തിന്റെ അഭിമാനത്തിന്റെ കളി കാണാൻ, സഞ്ജുവിന്റെ പ്രകടനം കാണാൻ ആളുകൾ ഒഴുകിയെത്തുന്നു. വലിയൊരു ആൾക്കൂട്ടം, സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള ഇവിടെ. നിങ്ങൾ എവിടെ നിന്ന് വരുന്നവരാ? കാസർഗോഡെന്നോ? ഇവിടുത്തെ കളി കാണാനോ? ഇന്ന് കളി കാണാൻ നേരത്തെ വന്നിട്ടുണ്ടോ? ഇല്ല, ആദ്യമായിട്ട് വരുന്നത്. ആരെന്താണ് ഇന്ന് ഈ കാസർഗോഡ് വരാനുള്ള കാര്യം എന്താ? ക്രിക്കറ്റ് കളിക്കാറുണ്ടോ? ആരുടെ കളിയാണ് ഇഷ്ടം? ഇന്ന് ടീമിലുള്ള ആരെ ഇഷ്ടം? സഞ്ജു ആണോ? സഞ്ജു കളിക്കുമോ? അടിക്കുമോ? എന്തായാലും അടിച്ചിരിക്കും സഞ്ജു. അടിക്കും. നല്ല കളിക്കുന്നു. സഞ്ജു അടിക്കും. ഞങ്ങൾ കട്ടപ്പന. ചരിത്രത്തിലെ മികച്ച ഇന്നിങ്സ് ആയിരിക്കും സഞ്ജുവിന്റെ ഇന്നത്തെ. കഴിഞ്ഞ 4 കളിയിലെ ക്ഷീണം ഇന്ന് തീർക്കും. അത് സ്വന്തം നാട്ടുകാർക്ക് വേണ്ടിയിട്ട് അദ്ദേഹം മാറ്റി വെച്ചാണ്. ഇന്ന് പൊളിക്കും. ഇന്നാണ് സ്റ്റാർട്ടിങ്ങിൽ വേൾഡ് കപ്പിനുള്ള കൗണ്ട് ഡൗൺ ഇന്ന് തുടങ്ങും. മലപ്പുറം. അഭിലാഷ്, അത് തന്നെയാണ് കേരളത്തിന്റെ ഒരു പരിചിതം തന്നെ കാര്യവട്ടത്തേക്ക് ഒഴുകിയെത്തുകയാണ്. കാസർഗോഡുണ്ട്, കട്ടപ്പനയുണ്ട്, മലപ്പുറമുണ്ട്, അങ്ങനെ ആലുവയുണ്ട്. എല്ലാ ഭാഗത്തും ആളുകൾ എത്തുകയാണ് സഞ്ജുവിനെ കാണാൻ, സഞ്ജുവിന്റെ കളി കാണാൻ. സഞ്ജു വി സാംസൺ എന്ന കേരളത്തിന്റെ ക്രിക്കറ്റ് പ്രതീകത്തെ കാണാൻ തന്നെയാണ് എത്തുന്നത്. ഇത്രയും നാൾ മറ്റു താരങ്ങൾക്ക് വേണ്ടി ആർപ്പ് വിളിച്ച മലയാളികൾ തങ്ങളുടെ സ്വന്തം താരത്തിന് വേണ്ടി, അതും സ്വന്തം മണ്ണിൽ ആർപ്പ് വിളിക്കാൻ കിട്ടുന്ന ഒരു അവസരമാണ്. സഞ്ജു വി സാംസന്റെ ജേഴ്സി അണിഞ്ഞുകൊണ്ട്, സഞ്ജുവിന്റെ പേരിൽ ജേഴ്സി അണിഞ്ഞുകൊണ്ട് ആളുകൾ കൂട്ടത്തോടെ എത്തുകയാണ്. ആർപ്പ് വിളിക്കാൻ വലിയ ഒരു പ്രകടനം സഞ്ജുവിൽ അവർ പ്രതീക്ഷിക്കുന്നു. ലോകകപ്പിന്റെ സന്നാഹമായി ഇത് ഇന്ത്യ ടീം കാണുമ്പോൾ സ്വാഭാവികമായും സഞ്ജുവിന്റെ ലോകകപ്പ് വെടിക്കെട്ട് തുടക്കം കാര്യവട്ടത്ത് സ്വന്തം നാട്ടിൽ, സ്വന്തം കാണികളുടെ മുന്നിൽ കളിച്ചു വളർന്ന മണ്ണിൽ ഉണ്ടാകുമെന്ന പ്രതീക്ഷ തന്നെയാണ് ആരാധകർ എല്ലാം ഉള്ളത്. യെസ്, ഇനി മണിക്കൂറുകൾ മാത്രമാണ്. 7 മണിക്കാണ് മത്സരം ആരംഭിക്കേണ്ടത്. പക്ഷേ ഇപ്പോൾ 11:30 സമയമായിട്ടുള്ളത്. കാസർഗോഡ് നിന്നൊക്കെയുള്ള ആരാധകർ ഇതിനോടകം തന്നെ സ്റ്റേഡിയം പരിസരത്ത് എത്തിയിരിക്കുന്നു. അതിൽ നമുക്ക് സ്ത്രീകളെയും കുട്ടികളെയും ഒക്കെ കാണാൻ സാധിക്കുന്നു. അവരൊക്കെ ക്രിക്കറ്റിൻ്റെ ആരാധകരാണ്. മലപ്പുറം എന്നത് പലപ്പോഴും ഫുട്ബോളിനെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന ഒരു ഇടമാണ്. പക്ഷെ മലപ്പുറത്ത് നിന്നടക്കം ഇപ്പോഴിതാ ക്രിക്കറ്റ് മത്സരം കാണാനായി ആരാധകർ എത്തുമ്പോൾ തീർച്ചയായും തിരുവനന്തപുരം ഒരു മിനി കേരളമായി മാറുകയാണ്. ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം ഒരു മിനി കേരളമായി മാറുകയാണ്. ഒപ്പം
ഇതര സംസ്ഥാനത്ത് നിന്നുള്ള ആളുകൾ ഉൾപ്പെടെ തീർച്ചയായും ഉണ്ടാകും. അത് പക്ഷേ ഒരു ചെറിയ അളവിൽ തന്നെ ആയിരിക്കും എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാം. കാരണം ടിക്കറ്റുകൾ അതിവേഗം വിറ്റഴിക്കപ്പെടുമ്പോൾ അതിലധികവും മലയാളികൾ തന്നെയാണ് വാങ്ങിച്ചിട്ടുള്ളത് എന്നത് തന്നെയാണ്. അത് സഞ്ജുവിനോടുള്ള സ്നേഹം തന്നെയാണ് അധികവും പ്രകടമാകുന്നത്. എല്ലാവരും സഞ്ജുവിൻ്റെ പേരെഴുതിയ ജേഴ്സി അടക്കം അണിഞ്ഞുകൊണ്ട് ഇതിനോടകം തന്നെ സ്റ്റേഡിയത്തിൻ്റെ പരിസര പ്രദേശങ്ങളിൽ തമ്പടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. സ്റ്റേഡിയത്തിനകത്തേക്ക് ആളുകളെ പ്രവേശിപ്പിക്കുന്നത് വൈകുന്നേരത്തോടു കൂടി തന്നെ ആയിരിക്കും. എങ്കിലും ദീർഘദൂരം സഞ്ചരിച്ച് ആണ് പലരും ഈ ക്രിക്കറ്റ് ആവേശത്തിൻ്റെ ഭാഗമാകാൻ എത്തിയിട്ടുള്ളത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.